ട്രംപറ്റ് ടി വിയുടെ മാന്യ പ്രേക്ഷകർക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് ഈ എപ്പിസോഡിൽ പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത് ആധുനിക ഭാരതത്തിൻ്റെ അപ്പോസ്തലനായ പാസ്റ്റർ പി ജി വർഗീസിനെയാണ്. പി ജി അങ്കിൾ എന്ന് ഞങ്ങൾ വളരെ സ്നേഹത്തോടെ വിളിക്കുന്ന ഡോക്ടർ പി ജി വർഗീസ് ഇന്ന് ലോകം മുഴുവനും കർത്താവിൻ്റെ വേലയിൽ ഒരു യന്ത്രം പോലെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. രാവിലെ ഡൽഹിയിലാണെങ്കിൽ വൈകുന്നേരം അദ്ദേഹം കേരളത്തിലെ കുന്നംകുളത്തായിരിക്കും. നാളെ രാവിലെ ദുബൈയിലാണെങ്കിൽ അന്ന് വൈകുന്നേരം മലേഷ്യയിലായിരിക്കും. ഈ 75-ാം വയസ്സിലും ക്രിസ്തുവിന് വേണ്ടി വളരെ ശക്തിയോടുകൂടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കർത്താവിൻ്റെ ശ്രേഷ്ഠ മിഷണറിയായ അഭിഷിക്തനായ ബ്രദർ പി ജി വർഗീസിനെ തുടർന്നുള്ള എപ്പിസോഡുകളിൽ കൂടെ പരിചയപ്പെടുത്തുന്നതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. പ്രിയ പി ജി അങ്കിൾ, അങ്ങ് ഇവിടേക്ക് കടന്നു വന്ന് ഈ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുന്നതിന് പ്രത്യേകമായിട്ടുള്ള സ്വാഗതം അങ്ങേക്ക് അർപ്പിക്കുകയാണ്. ഞാനാണ് നന്ദി പറയേണ്ടത്. കർത്താവ് നമ്മെ എല്ലാവരെയും കാഴ്ചക്കാരെയും അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ അനേക വർഷങ്ങളായി അങ്ങയെ വളരെ ദൂരത്തു നിന്നും അടുത്തു നിന്നും വീക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പലപ്പോഴും എനിക്ക് അത്ഭുതം നിറഞ്ഞ ഒരു ജീവിതമാണ് അങ്ങയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കാണുമ്പോൾ തോന്നുന്നത്. അങ്ങയുടെ ജീവിതം വായിച്ചതായ സമയത്ത് അങ്ങയുടെ ബാല്യകാലത്തെക്കുറിച്ചൊക്കെ മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. 1960 ഏപ്രിൽ മാസം 4-ാം തീയതി വെൺമണിയിൽ നടന്ന അഖില കേരള ക്രിസ്തീയ കൂട്ടായ്മയിൽ അങ്ങയുടെ മാതാവ് അങ്ങയെ അവിടേക്ക് കൊണ്ടുപോവുകയും അന്ന് അവിടെ കേട്ടതായ ഒരു സുവിശേഷ യോഗത്തിൽ വെച്ച് വാവിട്ട് കരഞ്ഞ് നിലവിളിച്ച് അങ്ങ് മാനസാന്തരപ്പെടുകയും ചെയ്തതായി ബാല്യകാല അനുഭവത്തിൽ പറയുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ആ ഒരു മാനസാന്തരം നിലനിൽക്കാതെ പോയത്? ഞാൻ പന്തളം പോളിടെക്നിക്കിൽ പഠിക്കുന്ന സമയത്താണ് പിഴയായിട്ട് ജീവിച്ചപ്പോൾ അവൻ ഗുണം പിടിക്കട്ടെ എന്ന് വിചാരിച്ച് എൻ്റെ അമ്മച്ചി കൊണ്ടുപോയതാണ്. യാക്കോബക്കാരാണ്. നവജീവോദയത്തിൻ്റെ കെ വി ചെറിയാച്ചൻ നടത്തിയ മീറ്റിങ്ങിലാണ് എന്നെ കൊണ്ടുപോയത്. വാസ്തവത്തിൽ ഞാൻ അന്നാണ് മാനസാന്തരപ്പെട്ടത്. ഞാൻ അതിനെപ്പറ്റി അധികം പറയാറില്ല. കാരണം ഞാൻ പോളിടെക്നിക്കിൽ തിരികെ വന്നു കഴിഞ്ഞപ്പോൾ 4 ദിവസം കൊണ്ട് ഞാൻ പിന്മാറിപ്പോയി. കാരണം അവിടെ അന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പന്തളത്ത് ഒരു മർത്തോമക്കാർ പോലുമില്ല. രക്ഷയുടെ അനുഭവത്തിൽ പിടിച്ചു നിർത്താൻ ആളുകളില്ലാതായിപ്പോയി. ഒരു മാവോ പ്ലാവോ നട്ട് കഴിഞ്ഞിട്ട് അതിന് വെള്ളം കോരി അതിനെ പോറ്റി പുലർത്തിയില്ലെങ്കിൽ അത് ഉണങ്ങിപ്പോകുന്നത് പോലെ എന്നെ പിടിച്ചു നിർത്താൻ ആരുമില്ലായിരുന്നു. ആദ്യത്തെ ദിവസം നാലാമത്തെ ദിവസം സിനിമാ തിയേറ്ററിൽ പോയി. ഒരു പാക്കറ്റ് അന്ന് 3.5 അണയാണ് ഒരു പാക്കറ്റ് നമ്പർ 10 വില. 4 അണ കൊടുത്താൽ ഒരു തീപ്പെട്ടിയും ഒരു പാക്കറ്റ് നമ്പർ 10 കിട്ടും. അത് വാങ്ങിച്ചുകൊണ്ട് അകത്ത് പോയി അന്ന് സിനിമാ തിയേറ്ററിൽ സിഗരറ്റ് വലിക്കാം. ഒരു സിഗരറ്റിന് തീ കൊടുത്തപ്പോൾ മനസ്സിനകത്തൊരു വലിയ കുറ്റബോധം. ഞാൻ തിരികെ വന്നു. 9 സിഗരറ്റും കൂടെ താഴെയിട്ടു സിമൻറ്റ് തറയിൽ, ഞാൻ താമസിക്കുന്ന മുറിയുടെ വാതിക്കൽ. എന്നിട്ട് മണ്ണെണ്ണ ഒഴിച്ചിട്ട് തീ കത്തിച്ചു. പക്ഷേ അടുത്ത ദിവസം സിനിമാ തിയേറ്ററിൽ പോയി സിഗരറ്റ് വലിച്ചു. അപ്പോൾ എന്നെ പിടിച്ചു നിർത്താൻ ആളുകളില്ലാതെ ഇരുന്നതുകൊണ്ടും കൂട്ടായ്മ ഇല്ലാത്തതുകൊണ്ടും ഞാൻ പിന്മാറിപ്പോയി. പിന്നത്തെ എൻ്റെ ജീവിതം നരകതുല്യമായിരുന്നു. 10 വർഷം. കേരളത്തിലെ പ്രസിദ്ധ സാഹിത്യകാരനായ ശ്രീ പൂഞ്ഞക്കര റാഫിയെ ഞാൻ ആ മാതൃഭൂമിക്ക് വേണ്ടി ഒരിക്കൽ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ അദ്ദേഹം എന്നോട് പറയുകയുണ്ടായി, കേരള രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തെ ഏറ്റവും അധികം ആകർഷിച്ച മാന്യനായ നേതാവ് ശ്രീ മത്തായി മാഞ്ഞൂരാനായിരുന്നു. അങ്ങയുടെ ജീവചരിത്രത്തിലൂടെ കടന്നുപോയപ്പോൾ മത്തായി മാഞ്ഞൂരാനെ കുറിച്ചുള്ള പരാമർശം എനിക്ക് കാണുവാനായിട്ടിടയായി. താങ്കൾ യൗവനകാലത്ത് ആരോടും പറയാതെ മത്തായി മാഞ്ഞൂരാൻ്റെ ഒരു പത്രസ്ഥാപനത്തിൽ കുറച്ചു നാൾ ജോലി ചെയ്യുന്നതായും അവിടെ നിന്ന് പുറത്തു പോകുന്നതായും അങ്ങ് തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തായിരുന്നു ആ സംഭവം? ഞാൻ വീട്ടിൽ നിന്ന് ഒളിച്ചോടി കുറച്ച് രൂപ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ പപ്പായുടെ പേര് പപ്പ മാന്യനായതുകൊണ്ട് ഏത് കടയിൽ ചെന്ന് ചോദിച്ചാലും ആരോട് ചോദിച്ചാലും രൂപ കിട്ടും. അങ്ങനെ കിട്ടിയ കുറേ രൂപയുമായിട്ട് തിരുവല്ല ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ കയറി എറണാകുളത്ത് ചെന്നു. കോഴിക്കോട് പോയി, പേരമ്പ്ര, ചേമ്പ്ര, കൊണ്ടോട്ടി, അങ്ങനെ കുറേ സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ജോലിയൊന്നും കിട്ടാതെ തിരികെ ഞാൻ എറണാകുളത്ത് വന്നു. എൻ്റെ കയ്യിലെ പൈസ എല്ലാം തീർന്നു. അപ്പോഴാണ് ഞാൻ ഈ പത്രം ഓഫീസ് കണ്ടത്, കേരള പ്രകാശം
മഹാരാജാസ് കോളേജിൻ്റെ സൈഡിൽ. ഞാൻ അങ്ങോട്ട് കയറി ചെന്നും വെച്ച് അദ്ദേഹത്തെ കണ്ടിട്ട് കള്ളം പറഞ്ഞു. ഞാൻ പറഞ്ഞു, എൻ്റെ അപ്പൻ മരിച്ചുപോയി, എൻ്റെ അമ്മ മരിച്ചുപോയി, പോളിടെക്നിക്കിൽ നിന്ന് വന്നിരിക്കുകയാണ്, പഠിക്കാൻ നിവർത്തിയില്ല. അദ്ദേഹത്തിന് ദയവ് തോന്നിയിട്ട് എൻ്റെ 19ാമത്തെ വയസ്സിൽ എനിക്കവിടെ ജോലി തന്നു. അദ്ദേഹം എന്നെ സ്വാധീനിച്ചൊരു മനുഷ്യനാണ്. കാരണം അദ്ദേഹം എന്നെ ചിലപ്പോഴൊക്കെ വീട്ടിൽ കൊണ്ടുപോകായിരുന്നു. വേറെ ആരെയും വീട്ടിൽ കൊണ്ടുപോകത്തില്ല. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ ഇരുത്തി എനിക്ക് ആഹാരം തരുമായിരുന്നു. ആ സമയത്ത് അദ്ദേഹം എന്നെ സ്വാധീനിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് വേണ്ടി ജീവൻ കൊടുക്കുന്ന ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. മറ്റുള്ളവരുടെ നന്മ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. അതേപോലെ തന്നെ അദ്ദേഹം എന്നെ പഠിപ്പിച്ച ഒരു പാഠം, ഒരു ദിവസം ഞങ്ങൾ ബോട്ട് ജെട്ടിയിൽ ഇറങ്ങിയിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോകാനായിട്ട് ബസ്സിലേക്ക് പോവുക. ബസ് കണ്ടുകൊണ്ട് പറഞ്ഞു, വർഗീസ ബസ്. ഞങ്ങൾ രണ്ടും കൂടെ ഓടി, ബസ് അങ്ങ് പോയി. ഞാൻ പറഞ്ഞു, അയ്യോ ബസ് പോയല്ലോ. അദ്ദേഹം പറഞ്ഞു, വർഗീസ ഇനി അങ്ങനെ പറയരുത്, അടുത്ത പ്രാവശ്യം. വലിയൊരു പാഠമാണത്. നഷ്ടപ്പെട്ടതിനെപ്പറ്റി ചിന്തിക്കാതെ അടുത്ത പ്രാവശ്യം എന്ന് ചിന്തിക്കണം. എന്നാൽ ഞാനവിടെ താമസിക്കുന്ന സമയത്ത് എന്നിൽ പാപസ്വഭാവം ഒത്തിരി ഉണ്ടായി. പപ്പായുടെ പൈസ മോഷ്ടിക്കും, അമ്മച്ചിയുടെ അച്ചപ്പം മോഷ്ടിക്കും. അപ്പോൾ അവിടുത്തെയും പത്രം മോഷ്ടിച്ചുകൊണ്ട് പോയി ഞാൻ വിൽക്കുമായിരുന്നു. ഒരു പേപ്പറിന് അന്ന് 50 പൈസയാണെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ 10 പേപ്പർ കൊണ്ടുപോയാൽ 5 രൂപ കിട്ടും. അങ്ങനെ ഞാൻ മോഷ്ടിക്കുന്നത് ജോൺ മാഞ്ഞൂരാൻ, അദ്ദേഹത്തിൻ്റെ സഹോദരൻ, മത്തായി മാഞ്ഞൂരിൻ്റെ സഹോദരൻ ജോൺ മാഞ്ഞൂരാൻ കണ്ടു. ഉടനെ എന്നെ ഡിസ്മിസ് ചെയ്യുകയായിരുന്നു. പക്ഷേ അതിൻ്റെ വേറൊരു വശം, ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ ദൈവം എന്നെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി തയ്യാറാക്കിയെടുത്തതാണ് ഞാൻ കാണുന്നത്. ഞാൻ ജനിച്ചത് ഏറ്റവും കൊച്ചൊരു കുഗ്രാമത്തിൽ, ഇപ്പോഴും അതൊരു കുഗ്രാമമാണ്. അപ്പോൾ എനിക്ക് ഗ്രാമത്തിൽ ചെല്ലുമ്പോൾ, ഒറീസയിലെ ഗ്രാമത്തിൽ വേറെ എവിടെയെങ്കിലും ചെല്ലുമ്പോൾ എനിക്ക് അശേഷം പോലും ഭയമില്ല. ഞാൻ വളർന്നു വന്നത് കുന്നുംപുറത്ത്. അപ്പോൾ കാശ്മീരിലെ പർവ്വതത്തിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ എനിക്ക് ഐ ഫീൽ അറ്റ് ഹോം. എനിക്ക് അല്പം പോലും ഭയമില്ല. പിന്നെ പപ്പായുടെ ഡിസിപ്ലിൻ. പപ്പ കുറച്ച് നാൾ സായിപ്പന്മാരുടെ തോട്ടത്തിൽ ജോലി ചെയ്തിട്ടുണ്ട്, പള്ളിവാസലിലൊക്കെ ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പപ്പായുടെ ഡിസിപ്ലിൻ അതെന്നെ സ്വാധീനിച്ചു. അമ്മച്ചിയുടെ വിശ്വാസം എന്നെ സ്വാധീനിച്ചു. പിന്നെ പട്ടാള ജീവിതം. അതുപോലെ തന്നെ മത്തായി മാഞ്ഞൂരാൻ്റെ കൂടെ പ്രസ്സിൽ ജോലി ചെയ്തുകൊണ്ട് പ്രൂഫ് റീഡ് ചെയ്യാൻ പഠിച്ചു. പ്രിൻറ്റിങ്ങിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. ടെലിഫോൺ പിടിച്ചുകൊണ്ട് എളുപ്പം മാറ്റർ എഴുതിയെടുക്കാൻ പഠിച്ചു. അപ്പോൾ ഞാൻ അതിവേഗത്തിൽ എഴുതിയെടുക്കാൻ എനിക്ക് കഴിയും. അപ്പോൾ എൻ്റെ വിചാരം, ഞാൻ അവിടെ ജോലി ചെയ്ത 4-5 മാസം ദൈവം എന്നെ അയച്ച ഒരു ട്രെയിനിങ് സമയമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് തിരിച്ച് ഞാൻ പട്ടാളത്തിൽ പോവുകയായിരുന്നു. സഭാചരിത്രത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള പല ഭക്തന്മാരും, ഉദാഹരണത്തിന് സെയിൻറ്റ് അഗസ്റ്റീൻ, അവരുടെയൊക്കെ ബാല്യകാല യൗവന ജീവിതം ദുർമാർഗത്തിലൂടെ ആയിരുന്നു എന്നുള്ളത് നമ്മളെല്ലാം വായിച്ചിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങ് 19ാമത്തെ വയസ്സിൽ മുംബൈയിലേക്ക് കടന്നു പോകുന്നു. അവിടെ പട്ടാളത്തിൽ ഒരു ക്ലർക്കായി ജോലി ലഭിക്കുന്നു. ആ പുസ്തകത്തിലൂടെ കടന്നു പോയപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, ഒരു ദിവസം 130 മുതൽ 150 വരെ സിഗരറ്റുകൾ അങ്ങ് വലിച്ചിരുന്നതായി ആ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതിനുശേഷം ജീവിതത്തിൽ നിരാശ തോന്നുന്നുണ്ട്, ആത്മീയതയിലേക്ക് പോകുവാനായിട്ടുള്ള വൃഥാശ്രമം നടത്തുന്നുണ്ട്, ആത്മഹത്യ ചെയ്യുവാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഒരുപക്ഷെ ദാവീദ് രാജാവ് കടന്നുപോയതുപോലെയുള്ള ഒരുപാട് തിക്താനുഭവങ്ങളിലൂടെ അങ്ങ് കടന്നുപോയതായി എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. ഇത് ദൈവം അങ്ങയെ പരീക്ഷിക്കുന്നതായിരുന്നു എന്ന് ഒരു തോന്നലുണ്ടോ? ദൈവം എന്നെ പരീക്ഷിച്ചതല്ല. എൻ്റെ പപ്പ ഭക്തനായിരുന്നു, നല്ല ഓർത്തഡോക്സുകാരൻ. 5 കിലോമീറ്റർ നടന്ന പള്ളിയിൽ പോകണം. മാസത്തിലൊരിക്കലേ അച്ഛൻ വരത്തുള്ളൂ. പക്ഷേ അന്ന് പപ്പ, അമ്മച്ചി, ഞങ്ങൾ 7 മക്കൾ നടന്ന് ഈ 5 കിലോമീറ്റർ വയലിലൂടെ, കുന്നുംപുറത്തൂടെ, റോഡില്ലാത്തടത്തൂടെ, വഴിയില്ലാത്തടത്തൂടെ, ചെളിക്കകത്തൂടെ നടന്ന് ഞങ്ങൾ പള്ളിയിൽ പോകുമായിരുന്നു. പക്ഷേ ഈ ദൈവത്തെ ഞാൻ ഉപേക്ഷിച്ചത് കാരണം എൻ്റെ പപ്പായുടെയും അമ്മച്ചിയുടെയും ഞങ്ങളുടെ വീട്ടിൽ കുടുംബ പ്രാർത്ഥനയുണ്ട്. രാവിലെ കുടുംബ പ്രാർത്ഥന, വൈകുന്നേരം കുടുംബ പ്രാർത്ഥന, കൈയടിച്ച് പാട്ട് പാടണം, ഭക്തിയോടെ ഇരിക്കണം. പക്ഷേ ഈ ഉപദേശങ്ങളൊക്കെ ഞാൻ വിട്ടുകളഞ്ഞതുകൊണ്ട് ദൈവം എനിക്ക് തന്ന ശിക്ഷയാണ്. ദൈവം പരീക്ഷിച്ചതല്ല, ദൈവം പരീക്ഷിക്കുന്നവനല്ല. പക്ഷേ ദൈവം തന്ന ശിക്ഷയാണ്. ഞാൻ കോളേജിൽ പോയി, ഞാൻ സിഗരറ്റ് വലിക്കാൻ തുടങ്ങി, ധാരാളം സിഗരറ്റ് വലിക്കുവാൻ തുടങ്ങി. ഞാൻ കള്ളു കുടിച്ചിട്ടില്ല പട്ടാളത്തിലായിരിക്കുന്ന സമയത്ത്. എന്നാൽ ഞാൻ ധാരാളം സിഗരറ്റ് വലിക്കുമായിരുന്നു. സിഗരറ്റ് വലിച്ചാൽ മതിയാകത്തില്ലായിരുന്നു. 2 സിഗരറ്റ് ഒന്നിച്ച് വെച്ച് വലിക്കുമായിരുന്നു. പാണ്ടിക്കാരുടെ ചുരുട്ട് കിട്ടുമായിരുന്നു. ആ ചുരുട്ട് വാങ്ങിച്ച് ഞാൻ വലിക്കുമായിരുന്നു. മതിയാകത്തില്ലായിരുന്നു. അപ്പം ഇത് കാരണം എൻ്റെ ബുദ്ധിക്ക് മാന്ദ്യം ഉണ്ടായി, ഓർമ്മശക്തി നഷ്ടപ്പെട്ടു,
ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് മനസ്സിലാവുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പോളിടെക്നിക്കിന് വിട്ടുമിച്ച് ഓടിപ്പോയത്. ഞാൻ പട്ടാളത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ പട്ടാളം എനിക്ക് കുറച്ചുകൂടെ ദുസ്വഭാവങ്ങൾ തന്നു, മദ്യപാനം തന്നു. ഞാൻ കുറഞ്ഞത് 120 സിഗരറ്റ്, ഇന്ന് രാവിലെ ഞാൻ അതിനെപ്പറ്റി ചിന്തിക്കുകയായിരുന്നു, 12 പാക്കറ്റ് ചാർമിനാർ സിഗരറ്റ് കുറഞ്ഞത് ഒരു ദിവസം വലിക്കും. ഒന്നിൽ നിന്ന് വേറൊന്ന്. ഞാൻ പട്ടാളത്തിൽ ഓഫീസിൽ പോകുമ്പോൾ ഈ പോക്കറ്റിൽ 2-3 പാക്കറ്റ്, ഈ പോക്കറ്റിൽ 2-3 പാക്കറ്റ്, പിന്നെ ഈ പോക്കറ്റിലും ഒരെണ്ണത്തിനകത്ത് ഞങ്ങളുടെ പേ ബുക്കാണ്, മറ്റേതിനകത്ത് 1-2 പാക്കറ്റ് സിഗരറ്റുമായിട്ടാണ് ഞാൻ പോകുന്നത്. സിഗരറ്റ് വലിക്കാനുള്ള പൈസ എവിടെ നിന്ന് കിട്ടും? എനിക്ക് കിട്ടുന്ന ശമ്പളം 108 രൂപയാണ്. 108 രൂപയ്ക്കകത്ത് ഇത്രയും സിഗരറ്റ് വലിക്കാനൊക്കത്തില്ല. അപ്പോൾ ഞാൻ സാധനങ്ങൾ മോഷ്ടിച്ച് വിൽക്കാൻ തുടങ്ങി. അപ്പോൾ ഞാനൊരു കള്ളനായി, സിഗരറ്റ് വലിക്കാരനായി. രാവിലെ മുതൽ വൈകുന്നേരം കള്ളു കുടിക്കാൻ തുടങ്ങി. പട്ടാളത്തിലെ ഈ ഓട്ടുപാത്രങ്ങൾ വരും, ഞാൻ സ്റ്റോറിലാണ്, പഴയ സാധനങ്ങൾ വരും. പഴയ സാധനത്തിൽ വരുമ്പോൾ അതിനകത്ത് ഓട്ട് പാത്രമൊക്കെ ഇനി മാറ്റി വെക്കും. പിന്നെ അതുപോലെ തന്നെ ചിലപ്പം വെള്ളി കൊണ്ടുള്ള സാധനങ്ങൾ വരും സിഗ്നൽസ് എക്യുപ്മെൻറ്റ്സിനകത്ത്. ആ വെള്ളിയൊക്കെ ഞാൻ അഴിച്ചെടുക്കും, എന്നിട്ട് ഞാൻ കൊണ്ടുപോയി വയ്ക്കും. അതുകൊണ്ട് ഞാനൊരു കള്ളനായി, ഞാനൊരു ചീത്ത മനുഷ്യനായി, എല്ലാവനാകണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ചിലപ്പോഴൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ട്, ദൈവമേ നന്നാകണം. എൻ്റെ ചില കൂട്ടുകാരെൻ്റെയൊക്കെ പറഞ്ഞു, കാശിയിൽ പോയാൽ രൂപാന്തരം വരും. ഞാൻ കാശിയിൽ പോയി എന്നിട്ട് പ്രാർത്ഥിച്ചു. എൻ്റെ പപ്പ പള്ളിയിലും പോകും, മന്ത്രവാദി എടുക്കലും പോകും. അപ്പോൾ പപ്പ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, ഏറ്റവും മന്ത്രവാദികൾ പഠിപ്പിച്ചാണ്, ഏറ്റവും വലിയ സത്യപ്രതിജ്ഞ എന്ന് പറയുന്നത് ഒരു കയ്യിൽ മണ്ണും ഒരു കയ്യിൽ ഒരു ജീവനുള്ള ചെടിയും, ഏതെങ്കിലും ഒരു ചെടിയും പിടിച്ചിട്ട് രണ്ടും കൂടെ വെച്ചിട്ട് സത്യം ചെയ്യുക. ഭൂമിയുള്ളിടത്തോളം കാലം, ഭൂമിയിൽ ജീവനുള്ളിടത്തോളം കാലം. ഏറ്റവും വലിയ സത്യം അതാണ്. കുട്ടിച്ചാത്തനെ സേവിക്കുന്നത് അങ്ങനെ ചെയ്യുന്നത്. അപ്പം ഞാനും അങ്ങനെ പ്രാർത്ഥിച്ചുണ്ട്, കാശി ചെന്നിട്ട് ഭൂമിയുള്ളിടത്തോളം കാലം, ഭൂമിയിൽ ജീവനുള്ളിടത്തോളം കാലം ഇനി ഞാൻ സിഗരറ്റ് വലിക്കത്തില്ല. പക്ഷേ ആഹാരം കഴിച്ച് കഴിയുമ്പോൾ സിഗരറ്റ് വലിഞ്ഞ് തിരികെ വരും. അങ്ങനെ ഞാൻ സ്ട്രഗിൾ ചെയ്യുമായിരുന്നു. അന്നേരം ഒരാൾ എൻ്റെയൊക്കെ പറഞ്ഞത്, ഡൽഹിയിൽ ഒരു കത്തോലിക്ക പള്ളിയുണ്ട്, ഞാൻ ആരുടെയും കുറ്റം പറയുകയല്ല, ഒരു വലിയ പള്ളിയുണ്ട്. ഞാൻ അവിടെ പോയി പ്രാർത്ഥിച്ചു, നിലത്ത് കിടന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു. പള്ളിക്ക് എന്നെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല, പുണ്യഭൂമിക്ക് എന്നെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല, പുണ്യ ജലത്തിന് എന്നെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല, എൻ്റെ പ്രാർത്ഥനകൾക്കൊന്നും എന്നെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ വളരെ നിരാശനായിരുന്നു. പക്ഷേ ഇതുകൊണ്ടൊരു ഗുണം പറ്റി. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ എല്ലാ ദോഷത്തിനകത്തൊന്നും ദൈവത്തിനൊരു നന്മ ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയും. എനിക്കതുകൊണ്ട് പാപത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയെപ്പറ്റി വലിയ അമിതമായ ഭാരവും സ്നേഹവും കരുതലുണ്ട്. അവൻ പാപിയാണെന്ന് പറഞ്ഞ് ഞാൻ തള്ളിക്കളയത്തില്ല. അവനെ കൊണ്ടു നടക്കുവാൻ, അവനെ ചുമന്നുകൊണ്ട് നടക്കുവാൻ എനിക്ക് ഒരു ആഗ്രഹമുണ്ട്. അപ്പോൾ അതൊരു ദൈവത്തിൻ്റെ പരീക്ഷണമായിരുന്നില്ല. ദൈവം എന്നെ ദൈവത്തെ ഉപേക്ഷിച്ചതിനാൽ എനിക്ക് കിട്ടിയ ശിക്ഷയിൽ നിന്നും ദൈവം എന്നെ ഒരു പാഠം പഠിപ്പിച്ചു. ദൈവത്തിന് ആരെയും രക്ഷിക്കുവാൻ കഴിയും. 1971 അങ്ങയുടെ 29ാമത്തെ വയസ്സിൽ ഉധംപൂരിൽ വെച്ച് ഒരു മിലിറ്ററി ട്രക്കിൽ ഇരുന്നുകൊണ്ടാണ് അങ്ങ് മാനസാന്തരത്തിലേക്ക് കടന്നു വന്നത്. ഏതൊരു വ്യക്തിയുടെ ജീവിതത്തിലും മാനസാന്തരത്തിലേക്ക് നയിക്കുവാൻ ഒരു മുഖാന്തരം ഉണ്ടാവാറുണ്ട്. ഈ പുസ്തകത്തിൽ അങ്ങ് ജോർദാൻ ഖാൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനെക്കുറിച്ച് പറയുന്നുണ്ട്. വെളിപ്പാട് ദിവസം 3-ാം അധ്യായം 20-ാം വാക്യം അദ്ദേഹം പ്രസംഗിച്ചതായിരുന്നു അങ്ങയുടെ മാനസാന്തരത്തിലേക്ക് നയിച്ചത് എന്ന് പറയുന്നതിൽ അതിനെക്കുറിച്ചൊരു ചെറിയ വിശദീകരണം എന്താണ്? ജോർദാൻ ഖാൻ എന്ന് പറയുന്ന മനുഷ്യൻ പാകിസ്ഥാനിയാണ്. അദ്ദേഹം റാവൽപിണ്ടിയിലാണെന്ന് തോന്നുന്നു ജനിച്ചത്. അദ്ദേഹത്തിന് വലിയ ആസ്മ രോഗമുണ്ടായിരുന്നു. സിഗരറ്റ് വലിക്കുമായിരുന്നു. അതുകൊണ്ടല്ല ആസ്മ രോഗമുണ്ടായത്, അങ്ങനെ വലിക്കുന്ന ഒരു മുസ്ലിം പയ്യൻ. ഈ ആസ്മ അസുഖം കൂടിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം വിചാരിച്ചു എന്നാൽ ആത്മഹത്യ ചെയ്ത് കളയാം. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ പോയി കാത്തിരിക്കുകയാണ്, ട്രെയിൻ വരുമ്പോൾ അതിന് മുമ്പിൽ ചാവാനായിട്ട്. അവിടെ ഇരിക്കുന്ന സമയത്താണ് ആരാണ്ട് ഒരു ട്രാക്റ്റ് കൊടുത്തു. അയാളതിങ്ങനെ വായിച്ച് ചിരി വന്നു. അയാൾ പറഞ്ഞു, യേശു ആരാണെന്ന് എനിക്കറിയാം, നബിയാണ്. യേശുവിനെ ആരെയും രക്ഷിക്കാൻ സാധ്യമല്ല, ദൈവത്തിന് പുത്രനുണ്ടാകത്തില്ല. അദ്ദേഹം എടുത്താൽ കളഞ്ഞു. ഇച്ചിരി കഴിഞ്ഞിട്ട് വിചാരിച്ചു, എന്തായാലും ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവല്ലയോ, ഈ പറയുന്നത് പോലെ ഒന്ന് പരീക്ഷണം ചെയ്തിട്ടങ്ങ് ചത്താലോ. അദ്ദേഹം കടലാസ് വീണ്ടും എടുത്തു, എന്നിട്ട് അതിനകത്ത് വായിച്ചു. അതിനകത്ത് അവസാനം പറഞ്ഞിരുന്ന ഒരു പാപിയുടെ രക്ഷയ്ക്കുള്ള പ്രാർത്ഥന അദ്ദേഹം പ്രാർത്ഥിച്ചു. യേശുവേ, നീ ദൈവപുത്രനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നീ കാൽവറി ക്രൂശിൽ എനിക്ക് വേണ്ടി മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിൻ്റെ രക്തം സകല പാപികളെയും ശുദ്ധീകരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് നീ എന്നെ രക്ഷിക്കണം, എനിക്ക് മാനസാന്തരം തരണം, എൻ്റെ ഹൃദയത്തിലേക്ക് വരണം, ഇന്നു മുതൽ നീ എൻ്റെ ദൈവം. അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിനകത്ത് വലിയൊരു സമാധാനം. അദ്ദേഹത്തിൻ്റെ സിഗരറ്റ് വലി അങ്ങ് പോയി. ഞാനത് കേട്ട് കഴിഞ്ഞിട്ട് ഒരു ടെൻറ്റിനകത്താണ് മീറ്റിംഗ് നടക്കുന്നത്, പട്ടാളത്തിൻ്റെ ടെൻറ്റിനകത്താണ്. വെളിയിലോട്ട് വന്നപ്പം ഈ പ്രസംഗിച്ച ആളവിടെ കൈ കൊടുക്കാൻ നിൽക്കുക. ഞാൻ വിചാരിച്ച് ഇയാൾക്ക് കൈ പോലും കൊടുക്കത്തില്ല. ഞാനങ്ങ് ഇറങ്ങിപ്പോയി, വേറൊരു വാതിലിൽ കൂടെ അങ്ങ് ഇറങ്ങിപ്പോയി. ചെന്നപ്പോൾ അവിടെ ഒരു ട്രക്ക് ഉണ്ടായിരുന്നു, മിലിറ്ററി ട്രക്ക്. ഞാൻ അതിനകത്ത് കയറിയിരുന്നു.
ആ വണ്ടി നിറച്ച ആളാണ്. നമുക്കറിയാമല്ലോ ഇന്ത്യയിലെ വണ്ടിക്കകത്ത് എങ്ങനെ ആളുകളെ നിറയ്ക്കുന്നത്. അന്ന് വണ്ടികളില്ലാത്ത കാലമാണ്. പട്ടാളത്തിലൊരു ഓഫീസർ കൊണ്ടുവന്നതാണ്. അതിനകത്ത് കയറിയിരുന്നു. ഞാൻ പാപഭാരത്താൽ നിറഞ്ഞു. കാരണം ഞാൻ കൊച്ചുനാളിൽ അമ്മച്ചിയുടെ അച്ചപ്പം മോഷ്ടിച്ചത് ഞാൻ കണ്ടു. പപ്പ പ്രാർത്ഥിക്കുന്ന സമയത്ത് കണ്ണ് തുറക്കത്തില്ല. പപ്പായുടെ പേഴ്സ് തുറന്ന് 25 പൈസ എടുക്കുന്നത് ഞാൻ കണ്ടു. 25 പൈസ എന്ന് വലിയൊരു തുകയാണ്. 25 പൈസ എടുക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ എൻ്റെ പെങ്ങളെ ഒരു വലിയ കമ്പെടുത്തിട്ട്, വലിയൊരു കട്ടിയുള്ള കമ്പെടുത്തിട്ട് കാലിനടിക്കുന്നത് ഞാൻ കണ്ടു. അങ്ങനെ ഞാൻ ചെയ്തിട്ടുള്ള പാപങ്ങളെല്ലാം കൂടെ ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ അറിയാതെ കരഞ്ഞുപോയി. ഞാനൊരു മഹാപാപിയാണല്ലോ. പെട്ടെന്നാണ് ജോർദാൻ ഖാൻ്റെ ശബ്ദം. എൻ്റെ ഇവിടെയാണോ കേട്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഞാൻ എവിടെയോ കേട്ടു. ഇതാ ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം. വർഗീസേ, നീ നിൻ്റെ ഹൃദയം തുറക്കാമെങ്കിൽ ഞാൻ അകത്ത് വരാം. അദ്ദേഹം പറഞ്ഞ വേറൊരു വാക്യം കൂടെ ഞാൻ കേട്ടു. ഞാൻ നിനക്ക് പുതിയൊരു ഹൃദയം തരാം. സ്വർഗം എന്നെ ഒരിക്കലും ആകർഷിച്ചിട്ടില്ല, നരകം എന്നെ ഭയപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ഒരു പുതിയ ഹൃദയം എന്നെ ആകർഷിച്ചു. കള്ളു കുടിക്കാത്ത, ചീത്ത പറയാത്ത, വൃത്തികേട് കാണിക്കാത്ത, ഭാര്യയെ വേദനിപ്പിക്കാത്ത, അമ്മച്ചിയെ കരയിപ്പിക്കാത്ത ഒരു ഹൃദയത്തിനൊരാഗ്രഹം എനിക്കുണ്ടായി. ഞാൻ ആ വണ്ടിക്കകത്തിരുന്നുകൊണ്ട് ജോർദാൻ ഖാൻ പ്രാർത്ഥിച്ചതുപോലെ ഞാനും പ്രാർത്ഥിച്ചു. യേശുവേ, ഞാനൊരു പാപിയാണ്, എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ. ഇന്നു മുതൽ നീ എൻ്റെ ദൈവം, ഞാൻ നിനക്കായിട്ട് ജീവിക്കും. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് വലിയ സമാധാനമുണ്ടായി. മറിഞ്ഞ് മനസ്സിലാക്കാനൊക്കാത്ത സമാധാനമുണ്ടായി. ഞാൻ വീട്ടിലേക്ക് ഓടിപ്പോയി. സുന്ദരിയും അധ്യാപികയുമായ ലില്ലി ആൻറ്റിയുമായുള്ള വിവാഹം കഴിഞ്ഞ് അങ്ങ് കുടുംബമായി കാശ്മീരിലായിരിക്കുമ്പോൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി അവിടെയുള്ള കുന്നിൻ മുകളിൽ പോകുമായിരുന്നു. ആ ഡിസംബർ മാസത്തിൻ്റെ ആദ്യ സമയത്ത്, ക്രിസ്മസിനോട് അടുത്തുള്ള ദിവസങ്ങളിൽ കുന്നിൻ മുകളിലിരുന്ന് നിങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങ് അകലെ ഗ്രാമങ്ങളിൽ തീനാളങ്ങൾ കണ്ടതായി പുസ്തകത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സംഭാഷണം അവിടെയുള്ള അതിൽ താമസിക്കുന്നതായ പാവപ്പെട്ട കുടുംബങ്ങളെക്കുറിച്ചായി. അങ്ങ് ലില്ലി ആൻറ്റിയോട് ഈ ക്രിസ്മസ് എന്ന് പറയുന്നതായ ആ കാര്യത്തെക്കുറിച്ച്, അല്ലെങ്കിൽ യേശുവിനെക്കുറിച്ച് അവരും കേൾക്കേണ്ടതല്ലേ എന്ന് ചോദിക്കുമ്പോൾ ആൻറ്റി വളരെ സന്തോഷത്തോടുകൂടെ അതിന് മുൻകൈ എടുക്കുന്നുണ്ട്. നമ്മൾക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം, അവരോട് സുവിശേഷം അറിയിക്കാമെന്ന് സമ്മതിക്കുന്നുണ്ട്. അതായിരുന്നു വാസ്തവത്തിൽ വടക്കേ ഇന്ത്യയിലെ സുവിശേഷ വേലയുടെ ആദ്യത്തെ ഒരു മുഖാന്തിരം എന്ന് പറയുന്നത്. രക്ഷിക്കപ്പെട്ട അന്ന് തന്നെ ഞാൻ യേശുവിനെ പറ്റി ഞങ്ങളുടെ അടുത്ത മുറിയിൽ താമസിക്കുന്ന മണിമലക്കാരൻ കുഞ്ഞിരാമൻ്റെ ഒക്കെ പറഞ്ഞു. എൻ്റെ ശബ്ദം കേൾക്കുന്ന കുഞ്ഞിരാമൻ എവിടെയെങ്കിലും ഉണ്ടെന്ന് എനിക്കറിയാം, എന്നെ കാണണം കേട്ടോ. കുഞ്ഞിരാമൻ്റെ വീട്ടിൽ ചെന്നിട്ട് ഞാൻ പറഞ്ഞു, കുഞ്ഞിരാമൻ, ഞാൻ യേശുവിനെ രക്ഷിതാവായി. അദ്ദേഹം വിചാരിച്ച് ഞാൻ കള്ളു കുടിച്ച് പൂസായിട്ടാണ്. എൻ്റെ ഒക്കെ പറഞ്ഞു, അവൽദാർ സാറേ, പോയി കിടന്നുറങ്ങിയാട്ടെ, നേരം വിളക്കുമ്പോൾ എല്ലാം നേരെയാവും. പക്ഷേ നേരം വെളുത്തപ്പോഴും നേരെയായില്ല. ഞാൻ അടുത്ത ദിവസം, കാരണം പാപിയായിരുന്ന എനിക്ക് എൻ്റെ പാപത്തിൽ നിന്നും വിടുതൽ ലഭിച്ചെങ്കിൽ പാപികളായ മറ്റുള്ളവരും രക്ഷിക്കപ്പെടണം, പാപത്തിൽ നിന്ന് മോചനം ലഭിക്കണമെന്ന് വലിയൊരാഗ്രഹം. അതാണോ വിളി? ആയിരിക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ ലില്ലിയും കൂടെ എല്ലാ ദിവസവും നടക്കാൻ പോകും. ഹിമാലയം മുഴുവൻ പർവ്വതങ്ങളാണ്, പർവ്വത ശിഖരങ്ങളാണ്. 1 പർവ്വതം, 2 പർവ്വതം, 3 പർവ്വതം. അപ്പം ഞാൻ ലില്ലിയുമായിട്ട് ഇങ്ങനെ നടക്കാൻ പോകും. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പേ ലില്ലിയുമായിട്ട് നടക്കാൻ പോകുന്നത് എനിക്കിഷ്ടമല്ല. കാരണം കാണാൻ കൊള്ളാത്ത കൊച്ച്, നീളം കുറഞ്ഞ കൊച്ച്, എവിടെ കൂടെ ആരാ നടക്കാൻ പോകുന്നത്. പക്ഷേ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പം ദൈവം എൻ്റെ ഹൃദയത്തിന് മാത്രമല്ല എൻ്റെ കണ്ണിനും ഒരു ശസ്ത്രക്രിയ തന്നു. അങ്ങനെ ഞാൻ ലില്ലിയുമായിട്ട് നടക്കാൻ പോകും. 1 പർവ്വതത്തിൽ കൂടെ കയറി അടുത്ത പർവ്വതത്തിലിറങ്ങി, എന്നിട്ട് എവിടെയെങ്കിലും ഒരു പാറയിലിരുന്നു കൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കും. ഞങ്ങൾ അന്ന് ഒരു ദിവസം ആ ക്രിസ്മസ് ആഴ്ചയിൽ 1971 ക്രിസ്മസ് ആഴ്ചയിൽ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പം എൻ്റെ പ്രാർത്ഥന അന്നും ഇന്നും ചെറുതാണ്. ലില്ലിയുടെ പ്രാർത്ഥന നീട്ടിയാണ്. ലില്ലി ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ കണ്ണു തുറന്ന് ദൈവത്തെ ആരാധിക്കുകയാണ്. ഹിമാലയ പർവ്വതങ്ങൾ, അവിടെയൊക്കെ ഞാൻ പെട്ടെന്ന് കണ്ടു ഒരു തീനാളം. 2, 3, 4, 5, 10, 20, 50 തീനാളങ്ങൾ. അവിടെയൊക്കെ ആളുകൾ താമസമുണ്ട്. ആളുകളെ നമുക്ക് കാണാൻ സാധ്യമല്ല പകലിൽ. എന്നാൽ രാത്രിയിൽ മഴയല്ല എങ്കിൽ അവരാഹാരം ഉണ്ടാക്കുന്നത് മുറ്റത്താണ്. ആ മുറ്റത്ത് ആഹാരം ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ തീനാളം, ഞാൻ ഈ വീടുകളിലെ തീനാളങ്ങൾ കാണുകയായിരുന്നു. ഞാൻ ലില്ലിയുടെയൊക്കെ പറഞ്ഞു, ലില്ലി തൻ്റെ പ്രാർത്ഥന നിർത്തിക്കേ, ആ തീനാളങ്ങൾ കണ്ടോ? ലില്ലി പറഞ്ഞു, നമ്മളത് എല്ലാ ദിവസവും കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞു, അതല്ല, ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം അതല്ല. ഓരോ തീനാളത്തിൻ്റെയും പുറകിൽ ഒരു കുടുംബമുണ്ട്. ആ ഓരോ കുടുംബത്തിലും 8, 10, 20 ആൾക്കാരുണ്ട്. ലില്ലി പറഞ്ഞാൽ നമുക്കറിയാം. ഞാൻ പറഞ്ഞു, കുഞ്ഞെ, ഞാൻ അതല്ല പറയുന്നത്. നാം അടുത്ത ആഴ്ച ക്രിസ്മസ് ആഘോഷിക്കാൻ പോവുകയാണ്. പക്ഷേ അവിടെ താമസിക്കുന്ന ജനം ക്രിസ്മസ് എന്നൊരു വാക്ക് ഇന്നുവരെ കേട്ടിട്ടില്ല. ലില്ലി പറഞ്ഞു, അവരെങ്ങനെ കേൾക്കും? ആരാണ് ഈ 1ാമത്തെ പർവ്വതം, 2ാമത്തെ പർവ്വതം, 3ാമത്തെ പർവ്വതം കയറി ഇറങ്ങുന്നത്? ഞാൻ പറഞ്ഞു, ലില്ലി, എനിക്ക് നല്ല ആരോഗ്യമുണ്ട്,
നമുക്ക് പോകാം. ലിലി പേടിച്ചു പോയി. ലിലി പറഞ്ഞു, അച്ചായൻ പോയാൽ ആരെങ്കിലും തല്ലിക്കൊല്ലും. വേണ്ട, അച്ചായൻ പട്ടാളത്തിലും സുവിശേഷം പ്രസംഗിക്കുകയാണ്. ഞാനൊരു അധ്യാപികയാണ്. എനിക്ക് എൻ്റെ വിദ്യാർത്ഥികളോട് യേശുവിനെ പറ്റി പറയുവാൻ കഴിയും. നമുക്ക് മിഷണറി, ലിലി പറഞ്ഞ വാചകം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, നമുക്ക് മിഷണറി അല്ലാതെ മിഷണറി ആയിട്ട് പ്രവർത്തിക്കാം. ഞാൻ പറഞ്ഞു, പക്ഷേ ആ ജനം, അവിടെ താമസിക്കുന്ന ജനം ഈ 2000 വർഷം കഴിഞ്ഞിട്ടും യേശുവിനെ പറ്റി കേട്ടിട്ടില്ല. ഇനി അവർക്ക് എത്ര നൂറ്റാണ്ടുകളൂടെ കാത്തിരിക്കണം യേശുവിനെ പറ്റി ആദ്യമായിട്ടൊന്ന് കേൾക്കാൻ. ലോകത്തിലൊരു ക്രിസ്മസ് ഉണ്ടായെന്ന് ആദ്യമായിട്ട് ഒരിക്കൽ കേൾക്കാൻ, ഫോർ ദ ഫസ്റ്റ് ടൈം അവരെത്ര നാൾ കാത്തിരിക്കണം. ലിലി, ഷുഡ് നോട്ട് ദേ ഹിയർ അറ്റ് ലീസ്റ്റ് വൺസ് ദാറ്റ് ദർ വാസ് എ ക്രിസ്മസ്? അവിടെ ഒരു ക്രിസ്മസ് ഉണ്ടായി എന്നുള്ളത് ഒരിക്കലെങ്കിലും കേൾക്കണ്ടായോ? ലിലി കരയാൻ തുടങ്ങി. ഞാൻ ലിലിയുടെ കൈ പിടിച്ചു. ലിലി കൈ പിടിച്ച് നോക്കി. ലിലി എൻ്റെ ഒക്കെ പറഞ്ഞു, അച്ചായ, അവർക്ക് ഒരിക്കലെങ്കിലും ക്രിസ്മസ് എന്നൊരു വാക്ക് കേൾക്കാൻ അവകാശമുണ്ട്. അച്ചായൻ പോയാൽ ഞാനും കൂടെ വരാം. ഞങ്ങൾ രണ്ടുപേരും കൂടി ആ തീനാളങ്ങളെ നോക്കിക്കൊണ്ട് കർത്താവിനായിട്ട് ഞങ്ങളുടെ ജീവിതം സമർപ്പിച്ചു. അങ്ങനെയാണെങ്കിൽ എനിക്ക് തന്ന ദൈവ വിളി അതായിരുന്നു. സുവിശേഷം പറയാനുള്ള ഭാരം അന്ന് തന്നെ കിട്ടി. പക്ഷേ അന്ന് ദ റീച്ച് ദ അൺറീച്ച്ഡ്, സുവിശേഷം കേട്ടിട്ടില്ലാത്തവരോട് സുവിശേഷം പറയണം, മറ്റേ പാപികളോട് പറയണമെന്നായിരുന്നു. സുവിശേഷം ഒരിക്കലും കേട്ടിട്ടില്ലാത്തവരോട് സുവിശേഷം പറയണമെന്നുള്ള ദർശനം കിട്ടിയത് അന്നാണ്. 3 വർഷം കൂടെ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ മിലിറ്ററിയിലെ ഓഫീസർ എന്നുള്ള ജോലി അങ്ങ് ചെയ്തിരുന്നെങ്കിൽ ഭാവിയിൽ സ്ഥിരമായ ഒരു പെൻഷനും മികച്ച സാമ്പത്തിക സുരക്ഷിതവും ഉണ്ടാകുമായിരുന്നു എന്നിരിക്കെ അതെല്ലാം വേണ്ടെന്ന് വെച്ച് ഒരു പ്രതീക്ഷയുമില്ലാത്ത, ഭാവി സുരക്ഷിതവുമില്ലാത്ത അന്നത്തെ കാലത്തെ സുവിശേഷ വേലയിലേക്ക് എടുത്തു ചാടുവാൻ അങ്ങയെ പ്രേരിപ്പിച്ച ആ ചേതവികാരം എന്തായിരുന്നു? ഞാൻ ഓഫീസറല്ലായിരുന്നു, ഞാനൊരു ക്ലർക്കായിരുന്നു. 3 വരക്കാരൻ ക്ലർക്കാണ്. എനിക്ക് ആദ്യം മുതൽ തന്നെ ദൈവത്തിൽ വലിയൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ഈ ദൈവം നല്ലവനാണ്. അബ്രഹാം, എൻ്റെ പപ്പായിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ്. അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം എന്നെ പുലർത്തും. പിന്നെ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ പുതിയ നിയമത്തിലെ വിശ്വാസം എനിക്ക് കിട്ടി. മറ്റേ പഴയ നിയമത്തിലായിരുന്നു, മുഴുവൻ കഥകളും പഴയ നിയമത്തിലായിരുന്നു. എന്നാൽ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ യേശുക്രിസ്തു ശിഷ്യന്മാരെ പുലർത്തിയത് ഒക്കെ കണ്ടു. അപ്പോൾ യേശു വിളിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് ഇടവും വലവും നോക്കേണ്ടി വന്നില്ല. ഞാൻ 1972 ജനുവരി മാസം 1-ാം തീയതി ഞാനും ലില്ലിയും കൂടെ ചർച്ചിൽ ചെന്നു. ആ പുതുവത്സര സർവീസിൽ ഞങ്ങളെ സുവിശേഷ വേലയ്ക്കായിട്ട് സമർപ്പിച്ചു. നീ വിളിക്കുന്ന സമയത്ത് ലില്ലി അധ്യാപിക ജോലി ഏറ്റെടുക്കാനായിട്ട് കേരളത്തിൽ വന്നു. ഞാൻ ഒറ്റയ്ക്ക് ഒരു ദിവസം ഒരു മീറ്റിങ്ങിന് പോയി. ഞങ്ങളുടെ സഭാ ശുശ്രൂഷകൻ CSI കാരനാണ്, CSI ബിലീവറാണ്, PM തോമസ്, കാശ്മീരിലെ PM തോമസ്. അദ്ദേഹം മീറ്റിംഗ് നടത്തുന്ന സമയത്ത് എൻ്റെയൊക്കെ പറഞ്ഞു, വർഗീസ് നീ പ്രാർത്ഥിച്ചാട്ട്, വർഗീസ് ബ്രദർ പ്രാർത്ഥിച്ചാട്ട്. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പൊട്ടിക്കരഞ്ഞു. ഞാൻ പറഞ്ഞു, കർത്താവേ, ഈ ലോകം നിനക്ക് മുൾക്കിരീടം മാത്രമാണ് തന്നതെങ്കിൽ ഞാൻ മറ്റെന്ത് പ്രതീക്ഷിക്കണം? ഞാനന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥന എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് എൻ്റെ ദൈവം രണ്ടാമതും എനിക്കൊരു ഭാരം തന്നു. അടുത്ത ദിവസം ഞാൻ ജോലി രാജിവെച്ചു. എൻ്റെ ഓഫീസർ GN നായർ, കായംകുളത്തുകാരനാണ്. അദ്ദേഹം എന്നെ സ്നേഹിച്ചു. എൻ്റെയൊക്കെ പറഞ്ഞു, വർഗീസ് നിനക്ക് PT ഇല്ല, പരേഡില്ല, നിനക്ക് ഡിസിപ്ലിൻ ഇല്ല. പട്ടാളക്കാർക്കുള്ള നിബന്ധനകളൊന്നും എനിക്കില്ല, കാരണം ഞാൻ കമാൻഡിങ് ഓഫീസറുടെ PA ആണ്. പറഞ്ഞു, നിനക്ക് ഇതൊന്നുമില്ല, നീ 3 വർഷം കൊണ്ട് ജോലി ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് ജീവിതകാലം മുഴുവൻ സ്ഥിരമായിട്ടൊരു പെൻഷൻ കിട്ടും. ഞാൻ പറഞ്ഞു, സാറേ, അന്ന് പറഞ്ഞു, എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്, എൻ്റെ പുസ്തകത്തിനകത്ത് ഞാൻ എഴുതിയിട്ടുണ്ട്, സാറേ, ഈ ഉറപ്പില്ലാത്ത ഇന്ത്യ ഗവൺമെൻറ് സാറിന് ചെലവ് തരുമെന്ന് സാറിന് വിശ്വാസമുണ്ടെങ്കിൽ സർവശക്തിമാനായ ഈ ദൈവം എനിക്ക് വേണ്ടി ചെലവിന് തരുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ സാധ്യമല്ലേ? അദ്ദേഹം വിചാരിച്ചു എന്നെ ആരാണ്ട് ബ്രെയിൻ വാഷ് ചെയ്തതാണ്. അദ്ദേഹം എന്തൊക്കെ പറഞ്ഞു, വർഗീസ് നീ ചാവും, നിൻ്റെ പെമ്പിളയും ചാവും, നിൻ്റെ കൊച്ചും ചാവും. ഞാൻ പറഞ്ഞു, സാർ നോക്കിയാട്ടെ, 5 വർഷം കഴിയുമ്പോൾ സാറിനെ ഇന്ത്യ ഗവൺമെൻറ് പുലർത്തുന്നതിനേക്കാൾ മാന്യമായിട്ട് എൻ്റെ ദൈവം എന്നെ പുലർത്തും. എനിക്കൊരു വിശ്വാസം ഉണ്ടായി. അധികം പേർക്കും അറിയാൻ വയ്യാത്തൊരു കാര്യമുണ്ട്. എൻ്റെ കയ്യിലുണ്ടായിരുന്ന, ഞാൻ രക്ഷിക്കപ്പെടുന്ന സമയത്ത് എനിക്ക് നിലമുണ്ട്, എനിക്ക് പുരയിടമുണ്ട്, എൻ്റെ ബാങ്ക് 1/2 ഏക്കർ ഭൂമി, ഒരു വീട് സഹിതം പെരുമ്പാവൂർ വാങ്ങിക്കാനുള്ള രൂപയുണ്ട്. ഇതെല്ലാം ഞാൻ പാവപ്പെട്ട ക്രിസ്തീയ സംഘടനകൾക്ക് വാരി വിതരണം ചെയ്തും വെച്ച് ഒഴിഞ്ഞ പോക്കറ്റുമായിട്ട് പോയത് ഈ ദൈവത്തിലുള്ള വലിയ വിശ്വാസമായിട്ടാണ്. ആൻഡ് ഐ ഹാവ് നോ റിഗ്രറ്റ്. എൻ്റെ ഓഫീസർ GN നായരെ നോക്കിയതിനേക്കാൾ, ആർമി ജനറലിനെ നോക്കുന്നതിനേക്കാൾ എൻ്റെ സ്വർഗസ്ഥനായ ദൈവം എന്നെ ഇന്നും പുലർത്തുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിച്ചത് 30-ാമത്തെ വയസ്സിലാണ്. 1972 30-ാമത്തെ വയസ്സിലാണ് അങ്ങും സ്വന്തമായൊരു സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഒരു തീരുമാനം എടുത്തത്. ആദ്യകാല പ്രവർത്തനങ്ങൾ ചെറുതായി ഒന്ന് വിശദീകരിക്കാമോ? എന്തോ ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു.
എനിക്ക് സാക്ഷ്യം പറയാൻ അറിയാം, പിന്നെ വേദോത്സവം വലുതായിട്ട് അറിയത്തില്ല, ട്രാക്റ്റ് കൊടുക്കാൻ അറിയാം. എനിക്കറിയാവുന്ന ഏറ്റവും നല്ല പ്രവർത്തനം ട്രാക്റ്റ് കൊടുക്കുന്നതാണ്. അപ്പോൾ ആരെങ്കിലും ചോദ്യങ്ങൾ ചോദിച്ചാൽ മറുപടി പറയാൻ അറിയാം. ഞാൻ പട്ടാളത്തിൽ 13 മാസമാണ് ദൈവവൈതലായിട്ട് ജീവിച്ചത്. ആ 13 മാസത്തിനകത്ത് 18 പേരെ രക്ഷയുടെ അനുഭവത്തിൽ നടത്താൻ എനിക്ക് സാധിച്ചു. 12 പേര് സ്നാനപ്പെട്ടു. ഞാനല്ല സ്നാനപ്പെടുത്തുന്നത്, ഞങ്ങളുടെ ഉപദേശി, ശേഷയിലെ ഉപദേശി അദ്ദേഹമാണ്, PM തോമസാണ് സ്നാനപ്പെടുത്തുന്നത്. പക്ഷേ അതുകൊണ്ട് ആദ്യകാലം മുതൽ തന്നെ ഞാൻ സുവിശേഷം പറയുമ്പോൾ ആളുകൾക്ക് അറ്റൻഷൻ വരുന്നു, അവർ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നതൊക്കെ കാണാനൊത്തു. അപ്പോൾ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഞാനൊരു പാസ്റ്റർ ആകുമെന്നോ ഞാനൊരു കൺവെൻഷൻ പ്രാസംഗികനാകുമെന്നോ ഒരിക്കലും ഉദ്ദേശിച്ചില്ല. എൻ്റെ കുടുംബത്തിൽ ആരും പ്രസംഗകരില്ല, ആരുമില്ല. അച്ഛന്മാരുണ്ട്, പക്ഷേ പ്രസംഗകരാരുമില്ല. എനിക്ക് പ്രസംഗിക്കാൻ ഇച്ചിരി തടസ്സമുള്ള കൂട്ടത്തിൽ, അധികം പേർക്കും അറിയാൻ വയ്യാത്തൊരു കാര്യമാണ്, ഇപ്പോഴും ഉണ്ട് ആ തടസ്സം. അതുകൊണ്ട് ഞാൻ ഒരിക്കലും ഒരു നല്ല പ്രസംഗിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അപ്പോഴാണ് എൻ്റെ സഭയിലെ ഉപദേശി PM തോമസ് അദ്ദേഹം എൻ്റെ ഒക്കെ പറഞ്ഞു, വർഗീസേ ഇവിടെ കട്രായിൽ പോകണം. അയ്യോ, ഞാൻ പേടിച്ചു പോയി. കട്രായി എന്ന് പറയുന്നത് നമ്മുടെ ശബരിമലയേക്കാൾ വലിയ തീർത്ഥാടന സ്ഥലമാണ്. ഞാൻ ഭയന്നു പോയി. ഞാൻ പറഞ്ഞു ഇല്ല. അദ്ദേഹം പറഞ്ഞു ഇല്ല വർഗീസെ, ദൈവം എൻ്റെ ഒക്കെ പറയുകയാണ്, വർഗീസോടെ പോയിട്ട്. അദ്ദേഹം വന്ന് ഒരു സന്ധിക്കാണ്, ഞങ്ങളുടെ അദ്ദേഹത്തിൻ്റെ മുറിയിലിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ തലയിൽ കൈവച്ചിട്ട് പറഞ്ഞു, നിന്നെ ഞാനിതാ ദൈവത്തിൻ്റെ ആത്മാവ് ഇങ്ങനെ പറയുന്നു, നിന്നെ വടക്കേ ഇന്ത്യയിലേക്ക് കട്രായിലേക്ക് സുവിശേഷ വേലക്കാരനായിട്ട് അയക്കുന്നു. എൻ്റെ ഓർഡിനേഷൻ സർവീസ് അതാണെന്നാണ് എൻ്റെ വിചാരം. അങ്ങനെ ഞാൻ പോയി. എൻ്റെ കയ്യിലുണ്ടായിരുന്ന രൂപ എല്ലാം കൊടുത്തിട്ട് ബസ് കയറാൻ പോകും. നിങ്ങൾ വിശ്വസിക്കത്തില്ലത്, ഞാൻ ബസ് കയറാൻ പോകുമ്പോൾ എൻ്റെ ഈ ബസ് കൂലിയില്ലായിരുന്നു. പക്ഷേ ഞാൻ ദൈവത്തിൽ വിശ്വസിച്ചു, ദൈവം എനിക്ക് ബസ് കൂലി തരും. എൻ്റെ കൂടെ എൻ്റെ ഒരു ചാക്കോച്ചൻ എന്ന് പറയുന്ന TC ചാക്കോ, പാലമ്പൂരിൽ റാന്നിക്കാരനാണ്. അദ്ദേഹം അവിടെ വന്നിരുന്നു. ബസ്സിൻ്റെ മേളിൽ ഞങ്ങൾ അദ്ദേഹം എടുത്തു വെച്ച് തന്നു. ഞാൻ മേളിലുള്ള സാധനങ്ങൾ വെച്ചു. ഇറങ്ങി വന്നപ്പോഴും എൻ്റെ ഈ ബസ് കൂലിയില്ല. ലില്ലി കുഞ്ഞുമായിട്ട് ബസ്സിനകത്ത് കയറിയിരിക്കുകയാണ്. അദ്ദേഹം എന്നെ കെട്ടിപ്പിടിച്ചു. അദ്ദേഹത്തിനറിയാം എൻ്റെ വീട്, ഞാൻ നല്ല കുടുംബത്തിൽ ജനിച്ചാണെന്ന് അദ്ദേഹത്തിനറിയാം. എൻ്റെ പപ്പ ഒരു തോട്ടം സൂപ്രണ്ടാണ്. എന്നെ കെട്ടിപ്പിടിച്ചു, കരഞ്ഞു വെച്ച് പറഞ്ഞു, സാരമില്ല, ദൈവം പുലർത്തും. ഞാൻ പറഞ്ഞു എനിക്കറിയാം. അദ്ദേഹം എനിക്ക് കൈ തന്നു. എൻ്റെ കയ്യിൽ 5-6 കടലാസ് വന്നു. ഞാൻ ബസ്സിനകത്ത് കയറി നോക്കിക്കഴിഞ്ഞപ്പോൾ 60 രൂപ ഉണ്ടായിരുന്നു. എൻ്റെ ബസ് കൂലി അങ്ങനെ കിട്ടി. ഞാൻ ബസ് കൂലി കൊടുത്തും വെച്ച് കട്ര എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ 42 രൂപ മിച്ചമുണ്ടായിരുന്നു. എൻ്റെ ദൈവം വാക്ക് പറയുന്നവൻ, ഐക്യക മാത്രമല്ല കൂടെ വരുന്നവനായ ദൈവമാണെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. പ്രിയപ്പെട്ട ബീജിയങ്ങളിൻ്റെ ആത്മകഥ ഇവിടെ പൂർണ്ണമാകുന്നില്ല. അടുത്ത എപ്പിസോഡിൽ അദ്ദേഹത്തിൻ്റെ കൂടുതൽ അനുഭവങ്ങളുമായി നാം തമ്മിൽ കണ്ടുമുട്ടുന്നതുവരെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി, നമസ്കാരം.